നിങ്ങൾ മൗനമായിരിക്കാൻ പഠിച്ചാൽ ഈ ലോകത്തെ ബഹളങ്ങൾക്കൊന്നും പഠിപ്പിച്ചു തരാൻ കഴിയാത്ത അറിവ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഉള്ളിലെ കൊടുങ്കാറ്റുകളെപ്പോലും ശാന്തമാക്കാൻ കഴിയുന്ന വലിയൊരു കരുത്താണ് മൗനം. ഗൗതമബുദ്ധന്റെ അഭിപ്രായത്തിൽ മൗനത്തിന്റെ ശക്തി അത്രമേൽ ആഴമുള്ളതാണ്. നിങ്ങളുടെ എല്ലാ മാനസിക സമ്മർദ്ദങ്ങളെയും ഉത്കണ്ഠകളെയും ആശയക്കുഴപ്പങ്ങളെയും നിമിഷനേരം കൊണ്ടില്ലാതാക്കാൻ അതിന് കഴിയും. മറ്റുള്ളവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ തോന്നുമാറ് നിങ്ങളെ ഒരു പുതിയ മനുഷ്യനായി മാറ്റാൻ മൗനത്തിന് സാധിക്കും. ഒരിക്കൽ ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും മൂർച്ചയുള്ള കത്തി നമ്മുടെ നാവാണ്, ഏറ്റവും അപകടകരമായ ആയുധം നമ്മുടെ വാക്കുകളും. രക്തം ചിന്താതെ ഒരാളെ ഉള്ളിൽ നിന്ന് തകർക്കാൻ ഈ ആയുധങ്ങൾക്ക് കഴിയും. വാക്കുകൾ നമ്മുടെ ഏറ്റവും വലിയ കരുത്താകാം, അതുപോലെ തന്നെ ഏറ്റവും വലിയ ബലഹീനതയും. എന്ത്, എപ്പോൾ, എവിടെ, എത്രമാത്രം സംസാരിക്കണം എന്ന് നാം അറിഞ്ഞിരിക്കണം. ശരിയായ സമയത്ത് ശരിയായ ലക്ഷ്യത്തോടെ പറയുന്ന വാക്കുകൾ നമ്മെ ഉയരങ്ങളിലെത്തിക്കും. എന്നാൽ തെറ്റായ സമയത്ത് പറയുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ തകർത്തുകളഞ്ഞേക്കാം. കൂട്ടുകാരെ, മൗനത്തിന്റെ ശക്തി എന്താണെന്നും മിണ്ടാതിരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തെ ഉള്ളിൽ നിന്ന് എങ്ങനെ മാറ്റാമെന്നുമാണ് ഇന്നത്തെ ഈ കഥയിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. ജപ്പാനിൽ റിസായ് എന്നു പേരുള്ള പ്രസിദ്ധനായ ഒരു ബുദ്ധഭിക്ഷു ഉണ്ടായിരുന്നു. കാടിന്റെ ശാന്തതയിൽ ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചുമുള്ള കീർത്തി ജപ്പാൻ മുഴുവൻ പടർന്നിരുന്നു. ഒരിക്കൽ ഒരു രാജകുമാരൻ അദ്ദേഹത്തിന്റെ അടുത്തെത്തി പറഞ്ഞു, ഹേ ഭിക്ഷു, എന്റെ പക്കൽ എല്ലാമുണ്ട്, സമ്പത്ത്, പ്രശസ്തി, എല്ലാ സുഖസൗകര്യങ്ങളും. എങ്കിലും എന്റെ ഉള്ളിൽ എപ്പോഴും വലിയൊരു തളർച്ചയും അസ്വസ്ഥതയും അശാന്തിയും മാത്രമാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണിത്? റിസായ് ശാന്തനായി എല്ലാം കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിന്റെ പക്കൽ തന്നെയുണ്ട്. പക്ഷേ നീ അത് കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഞാനൊരു പരീക്ഷണം നടത്താൻ ആഗ്രഹിക്കുന്നു. നീ സഹകരിക്കുകയാണെങ്കിൽ നിന്റെ എല്ലാ അസ്വസ്ഥതകളും അശാന്തിയും പമ്പ കടക്കും. മനസ്സമാധാനത്തിനായി എന്തു ചെയ്യാനും താൻ തയ്യാറാണെന്ന് രാജകുമാരൻ അറിയിച്ചു. റിസായ് പറഞ്ഞു, എങ്കിൽ അടുത്ത 15 ദിവസം നീ എന്റെ ഈ ആശ്രമത്തിൽ താമസിക്കണം. ഒരു സാധാരണക്കാരനെപ്പോലെ ജീവിക്കണം. കഴിയുന്നത്ര മൗനം പാലിക്കണം. ആരോടും ഒന്നും സംസാരിക്കരുത്. നിന്നെത്തന്നെ നിരീക്ഷിക്കണം. രാജകുമാരൻ അത് സമ്മതിച്ചു. ആദ്യത്തെ ദിവസം തന്റെ മനസ്സ് കൂടുതൽ അശാന്തമായതായി രാജകുമാരന് തോന്നി. ചിന്തകളുടെ ഒരു പ്രളയം തന്നെ അയാളുടെ ഉള്ളിലുണ്ടായി. എങ്കിലും അയാൾ ഒരു വാക്കുപോലും ഉച്ചരിച്ചില്ല. വെറുതെ മിണ്ടാതിരുന്നു. രാത്രിയായപ്പോഴേക്കും ഉള്ളിലെന്തോ ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെടാൻ തുടങ്ങി. അയാൾ ചിന്തിച്ചു, എന്റെ ഉള്ളിൽ എന്താണിത്ര ഭാരം കുറഞ്ഞതായി തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഉത്കണ്ഠകൾ കുറയുന്നത്? അടുത്ത ദിവസം അയാൾ തനിയെയിരുന്ന് പ്രകൃതിയെ നിരീക്ഷിച്ചു. മരങ്ങൾ, ചെടികൾ, പൂക്കൾ, പക്ഷികൾ. ആദ്യമായാണ് അദ്ദേഹം ഇവയുടെയൊക്കെ ഭംഗി ഇത്രയധികം ശ്രദ്ധിക്കുന്നത്. പകൽ മുഴുവൻ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചും അതിന്റെ പുതുമ ഉള്ളിൽ അനുഭവിച്ചും അയാൾ സമയം ചെലവഴിച്ചു. ഇങ്ങനെ 10 ദിവസങ്ങൾ കടന്നുപോയി. രാജകുമാരന്റെ ഉള്ളിലെ അസ്വസ്ഥതകളും മാനസിക സമ്മർദ്ദങ്ങളും പൂർണ്ണമായും അപ്രത്യക്ഷമായി. 11ാം ദിവസം രാവിലെ ഏകാന്തതയിലിരിക്കുമ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അയാളുടെ കണ്ണുകൾ തനിയെ അടഞ്ഞുപോയി. അയാൾ അഗാധമായ ധ്യാനത്തിലേക്ക് വഴുതി വീണു. ആ ദിവസം മുഴുവൻ കണ്ണുകളടച്ച് മൗനത്തിൽ ആഴ്ന്നിരുന്നു. ഉത്കണ്ഠകളില്ല, ചിന്തകളില്ല, ഉള്ളിൽ മുഴങ്ങുന്ന ശാന്തത മാത്രം. അവസാനത്തെ 4 ദിവസങ്ങൾ രാജകുമാരൻ ഈ അവസ്ഥയിൽ തന്നെ കഴിഞ്ഞുകൂട്ടി. ഒടുവിൽ 15ാം ദിവസം അയാൾ റിസായ് എന്ന ഭിക്ഷുവിന്റെ അടുത്തെത്തി. അയാൾ ആ ഭിക്ഷുവിനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഗുരോ, എന്റെ ഉള്ളിൽ ഇത്രയധികം അസ്വസ്ഥതയും അശാന്തിയും നിറയാൻ കാരണമെന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു. റിസായ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് നീ മനസ്സിലാക്കിയത്? രാജകുമാരൻ പറഞ്ഞു, ഞാൻ ആവശ്യത്തിലധികം സംസാരിക്കുമായിരുന്നു. എല്ലാവർക്കും വേണ്ടി എന്റെ ഊർജ്ജവും വാക്കുകളും ഞാൻ വെറുതെ പാഴാക്കി. പകൽ മുഴുവൻ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കും. രാത്രിയായാൽ അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കും. മിക്കവാറും നെഗറ്റീവായ ചിന്തകളായിരിക്കും അവ. ഈ അമിതമായ സംസാരവും ചിന്തകളും കാരണം എന്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരുന്നു. അതുകൊണ്ടുതന്നെ ഒരു കാര്യവും എനിക്ക് ശരിയായി ചെയ്യാൻ കഴിഞ്ഞില്ല. ഫലമോ, എല്ലാ കാര്യങ്ങളിലും ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. ആ പരാജയങ്ങൾ എന്നെ കൂടുതൽ ദുഃഖിതനാക്കി. എന്നാൽ ഇവിടെ ചെലവഴിച്ച ഈ 15 ദിവസങ്ങൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും സമാധാനപരമായ നിമിഷങ്ങളായിരുന്നു. ആദ്യമായാണ് ഞാൻ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് എന്നെനിക്ക് തോന്നി. ഇതുവരെ ഞാൻ വെറും ബഹളങ്ങൾക്കിടയിൽ വഴിതെറ്റി നടക്കുകയായിരുന്നു. എല്ലാത്തിലുമുപരി ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. ധ്യാനമെന്നത് നാം ചെയ്യേണ്ട ഒന്നല്ല, മറിച്ച് നാം മൗനമായിരിക്കുമ്പോൾ താനേ സംഭവിക്കുന്ന ഒന്നാണ്. സ്വയം അറിയുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഈ ധ്യാനത്തിലൂടെ ഞാൻ പഠിച്ചു. റിസായ് പുഞ്ചിരിയോടെ പറഞ്ഞു, നീ മാത്രമല്ല, ഈ ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും ആവശ്യത്തിലധികം സംസാരിക്കുന്നവരാണ്. ചിലർ ദേഷ്യം കൊണ്ടും ചിലർ മത്സരബുദ്ധി കൊണ്ടും മറ്റു ചിലർ ശീലം കൊണ്ടും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പലപ്പോഴും ചിന്തിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ അവർ തങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ഊർജ്ജം നഷ്ടപ്പെടുത്തുന്നു. തുടർന്ന് അദ്ദേഹം ബുദ്ധന്റെ ജീവിതത്തിലെ ഒരു സംഭവം വിവരിച്ചു. ഒരിക്കൽ ശിഷ്യന്മാർ ബുദ്ധനോട് ചോദിച്ചു,
പ്രിയപ്പെട്ട ബുദ്ധ, അങ്ങ് എന്തുകൊണ്ടാണ് ഭൂരിഭാഗം സമയവും മൗനം പാലിക്കുന്നത്? ബുദ്ധൻ മറുപടി നൽകി, മൗനം എന്നത് ഉള്ളിലെ സമാധാനത്തിലേക്കുള്ള വാതിലാണ്. ആത്മജ്ഞാനത്തിന്റെ ആദ്യ പടിയാണത്. സ്വയം അറിയാനുള്ള ഒന്നാമത്തെ നിയമം മിണ്ടാതിരിക്കുക എന്നതാണ്. കുറച്ചുമാത്രം സംസാരിക്കുന്നവൻ തെറ്റുകളും കുറച്ചുമാത്രമേ വരുത്തൂ. ഇതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ താക്കോൽ. അനാവശ്യ സംസാരങ്ങൾ ഉപേക്ഷിക്കൂ. അത്യന്താപേക്ഷിതമായത് മാത്രം സംസാരിക്കൂ. ലോകത്തിലെ 90% ആളുകളും വെറുതെ സംസാരിച്ച് തങ്ങളുടെ ജീവിതം പാഴാക്കുകയാണെന്ന് നിനക്ക് കാണാൻ കഴിയും. സംസാരിക്കാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും സംഭവിക്കാനില്ല. എന്നാൽ അധികം സംസാരിക്കുന്നത് വഴി നാം വലിയ വലിയ തെറ്റുകൾ വരുത്തിവെക്കുന്നു. മനുഷ്യർ മൗനമായിരിക്കാൻ പഠിച്ചാൽ ഈ ലോകത്തിലെ പകുതി പ്രശ്നങ്ങളും തനിയെ അവസാനിക്കും. സുഹൃത്തുക്കളെ, ഒരു നിമിഷം. എനിക്ക് നിങ്ങളോട് ഹൃദയം തുറന്ന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ കഥ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ നിങ്ങളെ ശരിയായ ദിശയിലേക്കാണോ നയിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വലിയ ജ്ഞാനിയൊന്നുമല്ല. നിങ്ങളെ എന്റെ സുഹൃത്തായി, ഒരു സഹോദരനായി കാണുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കണമെന്നും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും എല്ലാത്തിലുമുപരി സമാധാനത്തോടെ ജീവിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഈ വാക്കുകളും കഥകളും പരിശ്രമവും നിങ്ങൾക്ക് അല്പമെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ശരിയായ വഴിയിലൂടെയാണ് കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്താമോ? പല പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത് അമിതമായി സംസാരിക്കുന്ന ശീലം കൊണ്ടാണ്. മൗനത്തിന്റെ കല പഠിക്കുന്നതിലാണ് യഥാർത്ഥ വിവേകമിരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തിന് നടുവിലാണെങ്കിൽ പോലും നിങ്ങൾ ഏകാന്തതയിലായിരിക്കും. അതായത്, ഒരു ചന്തയ്ക്ക് നടുവിൽ നിൽക്കുമ്പോഴും ഹിമാലയത്തിന്റെ കൊടുമുടിയുടെ ശാന്തതയിലെത്തിയതുപോലെ. മൗനത്തിന്റെ കല പഠിച്ചവൻ തന്റെ ഉള്ളിലേക്കുള്ള യാത്ര ആരംഭിച്ചുകഴിഞ്ഞു. അയാൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും പൂർണ്ണത അനുഭവിക്കുന്നു. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിശബ്ദതയുടെ ശക്തിയെ നെഞ്ചേറ്റുക എന്നതാണ്. ഇത് നിങ്ങളുടെ ഊർജ്ജം ലാഭിക്കാനും അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്താനും സഹായിക്കും. സാവധാനം നിങ്ങളുടെ സംസാരം കുറയുകയും ഉള്ളിലെ സമാധാനം നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഏതെങ്കിലും സ്ഥലത്തുവെച്ച് നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നിയാൽ കണ്ണുകളടച്ച് സ്വന്തം ഉള്ളിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങുക. അവിടെ നിങ്ങൾക്ക് പുതുമയും ശാന്തിയും ലഭിക്കും. കാരണം ജീവിതത്തിന്റെ ഏറ്റവും ആഴമേറിയ സ്രോതസ്സ് നിങ്ങളുടെ ഉള്ളിലാണ്, പുറത്തല്ല. തുടർന്ന് രാജകുമാരൻ റിസായിയോട് ചോദിച്ചു, ആരാണ് നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് നയിക്കുക? റിസായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ തന്നെ നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവിടെ നിന്നാണ് ജീവിതത്തിന്റെ ആനന്ദം തുടങ്ങുന്നത്. അവിടെയാണ് ജീവിതത്തിന്റെ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. ഓരോ തവണ നീ നിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴും മൗനത്തിൽ നിന്ന് മടങ്ങിവരുമ്പോഴും പുതിയൊരു ഊർജ്ജവും പുതുമയും പുതിയൊരു കാഴ്ചപ്പാടും നിനക്ക് ലഭിക്കും. ഒരാൾ കുളിച്ചുവരുമ്പോൾ ശരീരം തണുക്കുന്നതുപോലെ മൗനത്തിൽ സ്നാനം ചെയ്യുന്ന ഒരാളുടെ അസ്തിത്വം മുഴുവൻ തണുത്തതും ശാന്തവും നിർമ്മലവുമായി മാറുന്നു. നിങ്ങൾ മൗനത്തിന്റെ ആ പരകോടിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് സംസാരിക്കുന്നതുപോലും നിങ്ങളുടെ മൗനത്തെ തകർക്കില്ല. കാരണം ആ മൗനം അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു അരുവി പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോ വാക്കും സംഗീതം പോലെയാകും. സംസാരത്തിൽ മധുരം നിറയും. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സമാധാനം നൽകും. നിങ്ങൾ ഉള്ളിൽ നിന്ന് നിശബ്ദനാകുമ്പോൾ നിങ്ങൾ അത്രമേൽ ശക്തനാകുന്നു. സമൂഹത്തെ ആശ്രയിക്കുന്നത് അപ്പോൾ അവസാനിക്കും. ധ്യാനത്തിൽ മുഴുകിയവർക്ക് മാത്രം ലഭിക്കുന്ന ഒരുതരം ലഹരി നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ കണ്ണുകളിൽ അമൃത് നിറയുകയും മുഖം ദൈവികമായ തേജസ്സാൽ ശോഭിക്കുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ അനന്തമായ സമാധാനത്തിലേക്ക് ലയിക്കും. ഇത്രയും പറഞ്ഞ് ആ ഭിക്ഷു വീണ്ടും മൗനത്തിലേക്ക് ആഴ്ന്നു. രാജകുമാരൻ അദ്ദേഹത്തെ വണങ്ങി നന്ദി പറഞ്ഞ് തന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, അമിതമായി സംസാരിക്കുന്നത് മനസ്സിനെ അസ്വസ്ഥമാക്കുമെന്നും നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനോ ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ നമുക്ക് കഴിയില്ലെന്നും നിങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. ഒരുപാട് സംസാരിക്കുന്നവർ പലപ്പോഴും സ്വന്തം ചിന്തകളിൽ തന്നെ വഴിതെറ്റിപ്പോകുന്നു. മൗനമില്ലാതെ ധ്യാനത്തിന്റെ ശക്തി കൈവരിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടുതന്നെ അത്തരക്കാർക്ക് ലക്ഷ്യങ്ങൾ നേടുക പ്രയാസകരമാകും. കൂടുതൽ സംസാരിക്കുന്നവർ പലപ്പോഴും മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമാകാറുണ്ട്. എന്നാൽ കുറച്ചുമാത്രം സംസാരിക്കുന്നവർ ആഴത്തിൽ ബഹുമാനിക്കപ്പെടുന്നു. അവർക്ക് മറ്റുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കാൻ എളുപ്പമാണ്. കാരണം മിതഭാഷണം എന്നത് ആഴത്തിലുള്ള വിവേകത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും അടയാളമാണ്. അവിടെ നിന്നാണ് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നത്. സ്വന്തം ചിന്തകളിൽ ഉറപ്പില്ലാത്തവരുടെ മനസ്സ് ഒരിക്കലും ശാന്തമായിരിക്കില്ല. അവർ ഉള്ളിൽ നിന്ന് അസ്വസ്ഥരായിരിക്കും. ഒരിടത്തും ശ്രദ്ധ ഉറയ്ക്കാത്തതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ വിജയിക്കാനും കഴിയില്ല. എപ്പോൾ, എവിടെ, എത്രമാത്രം സംസാരിക്കണം എന്ന് കൃത്യമായി അറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അയാളുടെ വ്യക്തിത്വം സ്വാഭാവികമായും മറ്റുള്ളവരെ ആകർഷിക്കും. അങ്ങനെയുള്ളവർ എവിടെ ചെന്നാലും അവരെ കേൾക്കാൻ ആളുകൾ ആഗ്രഹിക്കും. അവരുടെ സാന്നിധ്യം തന്നെ ആ അന്തരീക്ഷത്തെ ശാന്തമാക്കും. ഏതൊരു മഹാനായ വ്യക്തിയെയും അല്ലെങ്കിൽ വിജയിച്ച ഒരാളെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാം: അവർ കുറച്ചു മാത്രമേ സംസാരിക്കൂ. പക്ഷേ പറയുന്ന ഓരോ വാക്കും ആഴത്തിൽ ചിന്തിച്ചു മാത്രമേ അവർ പുറത്തുവിടൂ.
പറയാനുള്ള കാര്യം ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ വ്യക്തമാക്കാൻ അവർക്ക് സാധിക്കും. നേരെ മറിച്ച് അമിതമായി സംസാരിക്കുന്നവർ പലപ്പോഴും കള്ളം പറയേണ്ടി വരികയും മറ്റുള്ളവരുടെ മനസ്സിൽ ആശയക്കുഴപ്പവും നെഗറ്റീവ് ചിന്തകളും നിറയ്ക്കുകയും ചെയ്യുന്നു. അധിക നേരവും മറ്റുള്ളവരെ കുറ്റം പറയുന്നതിലാണ് ഇക്കൂട്ടർ സമയം കളയുന്നത്. അതുകൊണ്ടുതന്നെ സ്വന്തം ആളുകൾ പോലും പതുക്കെ അവരിൽ നിന്ന് അകന്നുപോകാൻ തുടങ്ങും. ഇനി മറ്റൊരു കഥ നോക്കാം. ഒരിക്കൽ ഒരു ഗുരു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ഒരു പ്രതിജ്ഞ എടുക്കണമെന്നും അത് കൃത്യമായി പാലിക്കണമെന്നും. ശിഷ്യന്മാരെല്ലാം ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചു ഗുരുവിനോട് പറഞ്ഞ് അവിടെ നിന്നും പോയി. എന്നാൽ താൻ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനും ശ്രേഷ്ഠനുമാണെന്ന് കാണിക്കാൻ ആഗ്രഹിച്ച ഒരു ശിഷ്യൻ നേരെ ഗുരുവിന്റെ കുടിലിലെത്തി പറഞ്ഞു, ഗുരുവേ, എനിക്ക് സാധാരണ പ്രതിജ്ഞകളൊന്നും വേണ്ട. ഏറ്റവും കഠിനമായ എന്തെങ്കിലും ഒരു ലക്ഷ്യം എനിക്ക് നൽകിയാലും. ഗുരു ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ നൽകുന്ന പ്രതിജ്ഞ നിനക്ക് പാലിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കത്ര വിശ്വാസമില്ല. അതുകൊണ്ട് നീ തന്നെ നിനക്ക് പറ്റിയ ഒന്ന് തെരഞ്ഞെടുക്കുന്നതാകും നല്ലത്. ശിഷ്യൻ വിട്ടില്ല. അല്ല ഗുരുവേ, അങ്ങ് എന്തു പറഞ്ഞാലും ഞാനത് പൂർത്തിയാക്കിയിരിക്കും. ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ നിന്റെ പ്രതിജ്ഞ ഇതാണ്. 1 മാസത്തേക്ക് നീ മൗനം പാലിക്കണം. ഒരു വാക്കുപോലും ഉച്ചരിക്കരുത്. ശിഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരുവേ, ഇതിത്ര വലിയ കാര്യമാണോ? വെറുതെ മിണ്ടാതിരുന്നാൽ പോരെ? ഞാനിത് തീർച്ചയായും ചെയ്യും. ആദ്യം ഇതൊന്ന് പാലിച്ചു കാണിക്കൂ. ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഗുരു മറുപടി നൽകി. ശിഷ്യൻ ഉടൻ തന്നെ മൗനം അവലംബിച്ച് കുടിലിന് പുറത്തേക്ക് പോയി. ആദ്യ ദിവസം എങ്ങനെയൊക്കെയോ കടന്നുപോയി. പക്ഷെ 2ാം ദിവസം ആയപ്പോഴേക്കും എന്തെങ്കിലും സംസാരിക്കാനുള്ള ആഗ്രഹം അയാളുടെ ഉള്ളിൽ പുകയാൻ തുടങ്ങി. 3ാം ദിവസം മനസ്സിന് വലിയ ഭാരം അനുഭവപ്പെട്ടു. 4ാം ദിവസമായപ്പോഴേക്കും അസ്വസ്ഥത അസഹനീയമായി. ആശ്രമത്തിലെ മറ്റു ശിഷ്യന്മാരെല്ലാം പരസ്പരം സംസാരിക്കുന്നത് കാണുമ്പോൾ അയാൾക്ക് തളർച്ച തോന്നി. പക്ഷെ അയാൾക്കൊന്നും മിണ്ടാൻ കഴിയില്ല. ഉള്ളിൽ തിളച്ചുമറിയുന്ന ചിന്തകളെ അയാൾ ബലം പ്രയോഗിച്ചു അടിച്ചമർത്താൻ നോക്കി. ആരുടെയെങ്കിലും വാക്കുകളെ എതിർക്കണമെന്നുണ്ടായിരുന്നു, മറുപടി നൽകണമെന്നുണ്ടായിരുന്നു. പക്ഷെ മൗനം അയാളെ തടഞ്ഞു. പകരം കണ്ണുകൾ കൊണ്ടും ആംഗ്യങ്ങൾ കൊണ്ടും പ്രതികരിക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ദിവസങ്ങൾ കടന്നുപോയതോടെ അയാൾ മാനസികമായി തകർന്നുപോയി. ഒടുവിൽ രോഗിയായി മാറി. തല പൊട്ടിപ്പോകുന്നതുപോലെ വേദന, വിശപ്പും ദാഹവും എല്ലാം ഇല്ലാതായി. ഒരേയൊരു കാര്യം മാത്രമേ അയാൾ ആഗ്രഹിച്ചുള്ളൂ, ഒന്ന് സംസാരിക്കണം. അയാൾ ഗുരുവിന്റെ അടുത്തെത്തി ഒരു കടലാസിൽ എഴുതി നൽകി, ഗുരുവേ, എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ. സംസാരിക്കാൻ കഴിയാതെ എനിക്ക് ശ്വാസം മുട്ടുന്നു. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതുപോലെ തോന്നുന്നു. ഞാനീ പ്രതിജ്ഞ ഉപേക്ഷിക്കട്ടെ. ഗുരു ആ കുറിപ്പ് വായിച്ചിട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, പ്രതിജ്ഞകൾ പലപ്പോഴും ലംഘിക്കപ്പെടാറുണ്ട്. എന്നാൽ അത് പൂർത്തിയാക്കുന്നവനാണ് തന്റെ ആന്തരിക ശക്തിയെ ഉണർത്തുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പിൽക്കാലത്ത് സമൂഹത്തെ സേവിക്കാനും ആത്മജ്ഞാനത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനും കഴിയൂ. ഈ ലക്ഷ്യം ഏറ്റെടുത്തത് നിന്റെ തീരുമാനമായിരുന്നു. അത് ഉപേക്ഷിക്കുന്നതും നിന്റെ കൈകളിൽ തന്നെയാണ്. നിന്റെ കൂടെയുണ്ടായിരുന്ന പലരും ഇതിനോടകം തോറ്റുപിന്മാറി പഴയ ശീലങ്ങളിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞു. നിനക്കും ഇത് പ്രയാസമാണെങ്കിൽ പോകാം. പക്ഷെ ഓർക്കുക, ഇത്ര ചെറിയൊരു കാര്യം പോലും നിനക്ക് പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തെ നീ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഗുരുവിന്റെ ആ വാക്കുകൾ ശിഷ്യന്റെ ഹൃദയത്തിൽ തറച്ചു. അയാൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി സ്വന്തം കുടിലിൽ കയറി വാതിലടച്ചു. അത്യാവശ്യ കാര്യങ്ങൾക്കായി മാത്രമേ അയാൾ പുറത്തിറങ്ങിയുള്ളൂ. ബാക്കി സമയമെല്ലാം മൗനമായി ഏകാന്തതയിലിരുന്നു. 15 ദിവസങ്ങൾ പിന്നിട്ടു. ആശ്രമത്തിലെ മിക്കവാറും എല്ലാ ശിഷ്യന്മാരുടെയും പ്രതിജ്ഞകൾ തകർന്നുപോയിരുന്നു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന ആ ശിഷ്യൻ മാത്രം ഇതുവരെ ഒരു വാക്കുപോലും മിണ്ടിയിരുന്നില്ല. എങ്ങനെയാണ് ഇത്രയധികം സംസാരിച്ചിരുന്ന ഒരാൾക്ക് ഇത്ര ആഴത്തിലുള്ള മൗനം പാലിക്കാൻ കഴിഞ്ഞതെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു. 15ാം ദിവസം ആ ശിഷ്യൻ വീണ്ടും ഗുരുകുലത്തിൽ തിരിച്ചെത്തി. ഇത്തവണയും തന്റെ ഉള്ളിലെ സന്ദേഹം അയാൾ ഒരു കുറിപ്പിലൂടെ ഗുരുവിനെ അറിയിച്ചു. ഗുരുവേ, എന്റെ നാവ് നിശബ്ദമാണ്, പക്ഷേ എന്റെ ഉള്ളിൽ വലിയൊരു ബഹളം നടക്കുന്നുണ്ട്. 100 കണക്കിന് ചോദ്യങ്ങളും പരാതികളും ചിന്തകളും അവിടെ ആർത്തലയ്ക്കുന്നു. ഇതിനെയാണോ അങ്ങ് മൗനമെന്ന് വിളിക്കുന്നത്? ഗുരു പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, നിന്റെ വ്രതം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ഓർക്കുക, മറ്റുള്ളവരുടെ ശബ്ദങ്ങളും ലോകത്തിന്റെ ബഹളങ്ങളും നിന്റെ ഉള്ളിൽ മുഴങ്ങുന്നിടത്തോളം നിനക്ക് മൗനം സിദ്ധിച്ചിട്ടില്ല. നിശബ്ദത എന്നാൽ വെറുതെ മിണ്ടാതിരിക്കുക എന്നല്ല, നിന്റെ ഉള്ളിലെ ഈ ബഹളങ്ങളിൽ നിന്ന് അകന്നുമാറുക എന്നതാണ്. ഗുരുവിനെ വണങ്ങി പിറ്റേന്ന് പുലർച്ചെ തന്നെ അയാൾ ഗുരുകുലം വിട്ട് കൊടുങ്കാട്ടിലേക്ക് യാത്രയായി. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കടന്നുപോയി. അയാൾ മടങ്ങിവന്നില്ല. ഗുരുകുലത്തിലുള്ളവർ പരിഭ്രാന്തരായി. കാട്ടിലെ വന്യമൃഗങ്ങൾ അയാളെ അപായപ്പെടുത്തിയോ എന്ന് എല്ലാവരും ഭയന്നു. പലതവണ തിരച്ചിൽ നടത്തിയെങ്കിലും അയാളെ കണ്ടെത്താനായില്ല. ഒടുവിൽ അയാൾ ഇനി ജീവനോടെയില്ലെന്ന് എല്ലാവരും ഉറപ്പിച്ചു. പക്ഷേ ഗുരു മാത്രം ശാന്തനായിരുന്നു. ഒരിക്കൽ ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ, അവൻ കൊല്ലപ്പെട്ടോ? ഗുരു ശാന്തനായി പറഞ്ഞു, മൃഗങ്ങൾ അവനെ ഇരയാക്കിയിരിക്കാം, അതൊരു സാധ്യതയാണ്. പക്ഷേ മറ്റൊരു സാധ്യത കൂടിയുണ്ട്. അവൻ എന്തിനെയാണോ അന്വേഷിച്ചു പോയത് അതവന് ലഭിച്ചിട്ടുണ്ടാകാം. കുറച്ചു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ ശിഷ്യൻ വീണ്ടും ചോദിച്ചു, ഗുരുവേ, അമിതമായി സംസാരിക്കുന്നത് അത്രയ്ക്ക് ദോഷമാണോ? ഗുരു ഇങ്ങനെ മറുപടി നൽകി, മനുഷ്യന്റെ പകുതി ദുഃഖങ്ങൾക്കും കാരണം അവൻ മിണ്ടാതിരിക്കാൻ പഠിക്കാത്തതാണ്.
എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയണമെന്നും മറ്റുള്ളവരെ തിരുത്തണമെന്നും താനാണ് ശരിയെന്ന് തെളിയിക്കണമെന്നും ഉള്ള വാശിയാണ് മിക്ക തർക്കങ്ങൾക്കും കാരണം. പക്ഷേ വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് കേൾക്കാനുള്ള കഴിവാണ് മൗനം. അത് തിരിച്ചറിയുന്നവന് തന്നെയും ലോകത്തെയും മാറ്റാൻ കഴിയും. മറ്റുള്ളവരുടെ കൈപ്പുള്ള വാക്കുകൾക്ക് മറുപടി കൊടുക്കാൻ നിൽക്കുന്നവർ തങ്ങളുടെ ഊർജ്ജവും ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളും പാഴാക്കുകയാണ്. ഒടുവിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടബോധം മാത്രമാണ് അവർക്ക് ബാക്കിയുണ്ടാകുക. എങ്കിൽ ഇതിനൊരു പരിഹാരമില്ലേ? ശിഷ്യൻ ചോദിച്ചു. ഗുരു പറഞ്ഞു, സ്വന്തം ചിന്തകളെ പൂർണ്ണമായ ജാഗ്രതയോടെ നിരീക്ഷിക്കുക എന്നതാണ് ഏകവഴി. ഭൂതകാലത്തെക്കുറിച്ചോ ഭാവികാലത്തെക്കുറിച്ചോ ആകുലപ്പെടാതെ ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക. അത് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. 3 മാസങ്ങൾ പിന്നിട്ടു. അയാൾ മടങ്ങിവരുമെന്ന പ്രതീക്ഷ എല്ലാവരും ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ ഗുരുകുലത്തിലേക്ക് മടങ്ങിയെത്തി. പക്ഷെ പഴയ ആളായിരുന്നില്ല അയാൾ. അയാളുടെ കണ്ണുകളിൽ ആഴമേറിയ ഒരു തിളക്കമുണ്ടായിരുന്നു. മുഖത്ത് അവാച്യമായ ഒരു ശാന്തത. അയാളുടെ ചലനങ്ങളിൽ പോലും ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു. പഴയതുപോലെ അക്ഷമ കാണിക്കുന്ന അഹങ്കാരത്തോടെ സംസാരിക്കുന്ന ആ ശിഷ്യനെയല്ല അവിടെ കണ്ടത്. ഇപ്പോൾ അയാളുടെ വാക്കുകൾ സംഗീതം പോലെ മധുരമുള്ളതും കൃത്യവുമായ ഒന്നായിരുന്നു. ചിന്തിച്ചു മാത്രം പറയുന്ന, ഉള്ളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മുത്തുകൾ പോലെയായിരുന്നു അയാളുടെ ഓരോ വാക്കും. അയാൾ ഗുരുവിന്റെ പാദങ്ങളിൽ വണങ്ങി പതിയെ ചോദിച്ചു, ഗുരുവേ, ഞാൻ ഇപ്പോഴും മൗനത്തിലാണോ? എന്റെ പ്രതിജ്ഞ ഇപ്പോഴും തുടരുന്നുണ്ടോ? ഗുരു അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ആത്മസംതൃപ്തിയോടെ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, നീ ഇപ്പോഴും മൗനത്തിൽ തന്നെയാണ്. നിന്റെ വാക്കുകൾ ഇപ്പോൾ പിറവിയെടുക്കുന്നത് നിന്റെ ഉള്ളിലെ ആ നിശബ്ദതയിൽ നിന്നാണ്. ഇതാണ് യഥാർത്ഥമായ മൗനം. ആ ശിഷ്യൻ ശാന്തനായി തന്റെ അനുഭവം ഗുരുവിനോട് വിവരിക്കാൻ തുടങ്ങി. ഗുരുവേ, ഇവിടുന്ന് യാത്രയാകുമ്പോൾ എന്റെ നാവു മാത്രമാണ് നിശബ്ദമായിരുന്നത്. ഉള്ളിൽ വലിയൊരു ബഹളമായിരുന്നു. ഏകാന്തതയിൽ സമാധാനം ലഭിക്കുമെന്ന് കരുതിയാണ് ഞാൻ കാട്ടിലേക്ക് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്റെ മനസ്സ് പഴയതിനേക്കാൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. പഴയ ഓരോ വാക്കുകളും വിദ്വേഷവും പരിഭവങ്ങളും എന്നെ വേട്ടയാടി. ആ നിമിഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, എന്റെ പ്രിയപ്പെട്ടവരോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ഞാൻ എത്ര വലിയ അനീതിയാണ് കാണിച്ചതെന്ന്. അവരെ വിമർശിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഞാൻ ശരിയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ എന്റെ ഉള്ളിലെ ഇരുട്ടിനെ മറ്റുള്ളവരിലേക്ക് എറിഞ്ഞുകൊടുക്കുകയായിരുന്നു ഞാനെന്ന് ആ കാടിന്റെ നിശബ്ദതയിൽ ഞാൻ മനസ്സിലാക്കി. യഥാർത്ഥ മാറ്റം പുറത്തല്ല, ഉള്ളിലാണ് തുടങ്ങേണ്ടത്. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ പരാതികളുടെയും പരിഭവങ്ങളുടെയും ശബ്ദങ്ങൾ എന്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ ആ ശബ്ദങ്ങൾ നേർത്തുവന്നു. ഒടുവിൽ ഒരു ദിവസം അവ പൂർണ്ണമായും ഇല്ലാതായി. അന്ന് ഞാൻ പുറമേ മാത്രമല്ല, ഉള്ളിലും പൂർണ്ണമായി നിശബ്ദനായി. ആ കാട്ടിൽ സംസാരിക്കാൻ മറ്റാരുമില്ലായിരുന്നു. എന്റെ ഉള്ളിലും സംസാരിക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല. അപ്പോഴാണ് മൗനത്തിന്റെ യഥാർത്ഥ അർത്ഥം ഞാൻ അനുഭവിച്ചറിഞ്ഞത്. മുമ്പ് ഒരിക്കലും കേൾക്കാത്ത ശബ്ദങ്ങൾ എന്റെ കാതുകളിലെത്താൻ തുടങ്ങി. കാറ്റിന്റെ മർമ്മരം, ഇലകളുടെ അനക്കം, പക്ഷികളുടെ കളകൂജനം, ഒഴുകുന്ന വെള്ളത്തിന്റെ താളം. ജീവന്റെ ആ സംഗതം ഞാൻ ആദ്യമായി തിരിച്ചറിഞ്ഞു. ആ അനുഭവം അവാച്യമായിരുന്നു. ഈ ഗാഢമായ മൗനത്തെ ഒന്ന് പരീക്ഷിക്കാനായി ഞാൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു, ഈശ്വരാ, എന്താണിത്ര ശാന്തത? എല്ലാം ഇത്ര നിശബ്ദമായിരിക്കുന്നത് എന്തുകൊണ്ട്? അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ അലറി വിളിച്ചിട്ടും ആ മൗനം തകർന്നില്ല. ഉള്ളിലും പുറത്തും ആ ശാന്തി അങ്ങനെ തന്നെ നിലനിന്നു. ഇപ്പോൾ ഞാൻ നടക്കുന്നു, സംസാരിക്കുന്നു, ലോകത്തെ കാണുന്നു. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പൂർണ്ണമായ ഏകാന്തതയിലാണ്. ജനക്കൂട്ടത്തിന് നടുവിലും ഞാൻ എന്നിലേക്ക് തന്നെ ചുരുങ്ങുന്നു. ബഹളങ്ങൾക്കിടയിലും എന്റെ ഉള്ളിൽ മൗനം ഒരു ഉറവ പോലെ ഒഴുകുന്നു. ഇപ്പോൾ എനിക്ക് എല്ലാം വ്യക്തമായി കാണാം, എല്ലാം വ്യക്തമായി കേൾക്കാം. ഗുരു ശിഷ്യന്റെ വാക്കുകൾ കേട്ട് മന്ദഹസിച്ചു. അദ്ദേഹം പറഞ്ഞു, ലോകത്തിനു മുന്നിൽ സ്വയം തെളിയിക്കാൻ നാം ശ്രമിക്കുന്നിടത്തോളം നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതകൾ ബാക്കിയുണ്ടാകും. എന്നാൽ പുറംലോകത്തെ നോക്കുന്നത് നിർത്തി നമ്മൾ എന്നത്തേക്ക് നമ്മളിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങുന്നുവോ, അന്നുമുതൽ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഈ ശാന്തത നിറയും. നമ്മുടെ മിക്ക പ്രശ്നങ്ങളുടെയും കാരണം അനാവശ്യമായ സംസാരമാണ്. മറ്റുള്ളവരെ കേൾക്കുന്നതിനു പകരം അവരുടെ വായടപ്പിക്കാനാണ് നാം ശ്രമിക്കുന്നത്. എന്നാൽ മൗനത്തിന്റെ ആഴം മനസ്സിലാക്കിയവർ സംസാരിക്കുമ്പോൾ അവരുടെ ഓരോ വാക്കിലും അറിവും കരുണയും നിറഞ്ഞിരിക്കും. ഞാൻ ആരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം. ആ വെറുതെയുള്ള സംസാരത്തിൽ നാം നമ്മുടെ വിലപ്പെട്ട ഊർജ്ജം പാഴാക്കുന്നു. എന്നിട്ട് ജീവിതത്തിൽ സമാധാനമില്ലെന്ന് പരാതിപ്പെടുന്നു. മിണ്ടാതിരുന്നാൽ നമ്മൾ ചെറുതായിപ്പോകുമോ എന്ന് പലരും ഭയപ്പെടുന്നു. എന്നാൽ മൗനമാണ് നമ്മളെ യഥാർത്ഥത്തിൽ വലിയവരാക്കുന്നത്. നമ്മുടെ വീട്ടിലായാലും സമൂഹത്തിലായാലും ഉണ്ടാകുന്ന മിക്ക തർക്കങ്ങൾക്കും കാരണം ആവശ്യമില്ലാത്ത സംസാരമാണ്. അതുകൊണ്ട് ബുദ്ധന്മാർ പറഞ്ഞു, സംസാരിക്കൂ, പക്ഷേ അത് അത്യന്താപേക്ഷിതമാണെങ്കിൽ മാത്രം. അനാവശ്യമായ ഓരോ വാക്കും നിങ്ങളുടെ ആത്മീയ ഊർജ്ജത്തെ നശിപ്പിക്കുന്നു. ഈ ലോകം വെറുമൊരു കാഴ്ചയാണ്, ഒരു തമാശയാണ്.
ഇതിൽ നിന്ന് മുക്തനായി നിങ്ങളിലേക്ക് തന്നെ മടങ്ങണമെന്നുണ്ടെങ്കിൽ പുറത്തെ ബഹളങ്ങളിൽ നിന്ന് മുഖം തിരിക്കുക. മൗനം ഒരു നിർബന്ധമല്ല, അതൊരു മഹാശക്തിയാണ്. നിങ്ങളെ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരു വിശുദ്ധ യാത്രയാണത്. കൂട്ടുകാരെ, ഈ ആഴമേറിയ കഥ നൽകുന്ന സന്ദേശം ലളിതമാണ്. അനാവശ്യമായ സംസാരം നിങ്ങളുടെ ഊർജ്ജം കവർന്നെടുക്കുകയും നിങ്ങളുടെ ആന്തരിക യാത്രയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. മൗനത്തെ പുതപ്പായി സ്വീകരിക്കുന്നവൻ തന്നെ കണ്ടെത്തുന്നു. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചുവെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞാൻ ഇനി മൗനത്തെ സ്നേഹിക്കും എന്ന് രേഖപ്പെടുത്തുക. ഈ സന്ദേശം ഉപകരിക്കുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് പങ്കുവയ്ക്കുക.